പതിറ്റാണ്ടുകളായി സഞ്ചാരയോഗ്യമായ റോഡില്ലാതെ ദുരിതമനുഭവിക്കുന്ന 25ഓളം കുടുംബങ്ങൾ അധികാരികളുടെ കരുണ തേടുന്നു. തിരുവല്ല ചാത്തങ്കേരി SNDP ഹൈസ്കൂൾ പടി പുളിന്തറ ഉന്നതി റോഡാണ് ചെളിക്കുളമായി തുടരുന്നത്. പെരിങ്ങര ഗ്രാമപഞ്ചായത്തിലെ 15ാം വാർഡിലാണ് 500 മീറ്റർ മാത്രം ദൈർഘ്യമുള്ള ഈ റോഡുള്ളത്. വിവിധ സമുദായങ്ങളിൽപ്പെട്ട 25ഓളം കുടുംബങ്ങളുടെ ഏക ആശ്രയമാണ് ഈ റോഡ്. SNDP ഹൈസ്കൂൾ കെട്ടിടത്തിനും മൈതാനത്തിനും ഇടയിലൂടെയാണ് റോഡ് കടന്നുപോകുന്നത്. പഞ്ചായത്തിന്റെ ആസ്തി വികസന രേഖയിൽ 500 മീറ്റർ ദൈർഘ്യവും 3 മീറ്റർ വീതിയുമാണ് റോഡിനുള്ളതെങ്കിലും പല ഭാഗത്തും 3 മീറ്റർ വീതി പോലും ഇല്ലാത്ത അവസ്ഥയും നിലനിൽക്കുന്നു. എപ്പോഴും വെള്ളം, എൻ്റെ രണ്ടാമത്തെ കുഞ്ഞ് അബോഷനായി പോയി. ഇവിടുത്തെ വെള്ളത്തിൽ കൂടി പോയപ്പം സൈറ്റോമെഗാൽസിന് ഒരു വൈറസ് വന്നിട്ടാണ് എനിക്ക് ഈ വെള്ളക്കെട്ടി കൂടി നടന്നപ്പോഴാണ് അത് അബോഷനാണ് മെയിനായിട്ട് കാരണം. ഈ വഴിയിൽ എപ്പോഴും മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളമാണ്. പൊടി കുഞ്ഞുങ്ങളുമായിട്ട് തെന്നി അടിച്ച് ഇവിടെ വീഴും. പ്രായമുള്ളവർക്ക് നടന്നു പോകാൻ പറ്റത്തില്ല. അപ്പൂപ്പനാണെങ്കിൽ കഴിഞ്ഞ വർഷം ഇവിടെ തെന്നി വീണ് കാലും മുറിഞ്ഞു. ആ മുറിവ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. ആ മുറിവും കൊണ്ടാണ് ഇപ്പോഴും നടക്കുന്നത്. വളരെ ശോചനീയമാണ്. കുഞ്ഞു പിള്ളേർക്ക് പോലും ഇവരെ പോകാൻ പറ്റില്ല. സൈക്കിളിലൊക്കെ വന്ന് ഇവിടോട്ട് അങ്ങ് വീഴുന്നത്. വയ്യാത്ത അമ്മ, ഈ അമ്മയ്ക്ക് 2 വട്ടം ഓപ്പറേഷൻ കഴിഞ്ഞു. അതുപോലെ അമ്മൂമ്മയ്ക്ക് ക്യാൻസർ പേഷ്യന്റ് ആണ്. കസേര ചുമന്ന ഞങ്ങളിതിൽ കൊണ്ടുപോയത്. കാര്യം അടുത്ത വീട്ടിലെ അച്ഛനെ എന്റെ കല്യാണം കഴിഞ്ഞ 2019 സമയത്ത് നമുക്കൊരു ആംബുലൻസ് പോലും ഇതിനെ കയറ്റിവിടാൻ പറ്റത്തില്ലായിരുന്നു. 6-7 പേര് വെച്ച് ചേർന്ന് കൊണ്ടുവന്ന് സമയത്ത് ആശുപത്രി എത്തിക്കാൻ പറ്റില്ല. വഴി വെച്ച് അച്ഛൻ മരിക്കുമായിരുന്നു. എന്ത് അസുഖം വന്നാലും തലച്ചുമടെ ചുമന്നോണം. ഒരിക്കലും വണ്ടി കയറ്റി വിടുന്നത്. കാര്യം ഈ വഴിയെ പോകാൻ പറ്റത്തില്ല. കാര്യം വെള്ളക്കെട്ട. ഹൈസ്കൂൾ മുതൽ 50 മീറ്ററോളം ഭാഗം റോഡ് പൂർണ്ണമായും തകർന്ന് ചെളിക്കുളമായ അവസ്ഥയിലാണ്. 3 വർഷം മുമ്പ് ആന്റോ ആന്റണി MP ഫണ്ട് വിനിയോഗിച്ച് പുളിന്തറ നഗറുമായി ബന്ധിപ്പിച്ച് പാടത്തിനു കുറുകെ ഇരുവശങ്ങളിലുമായി കല്ലുകെട്ട് നിർമ്മിച്ചു. എന്നാൽ നാളിതുവരെ മണ്ണ് നിറച്ച് റോഡ് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. മഴക്കാലത്ത് പൂർണ്ണമായും വെള്ളം കയറുന്ന റോഡ് ഇത്തവണ ഇടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പൊതുപ്രവർത്തകനായ PC രാജു പറയുന്നത്. 2-3 വെള്ളപ്പൊക്കം കഴിഞ്ഞു. ഇനിയൊരു വെള്ളപ്പൊക്കത്തെ കൂടെ ഇത് അഭിമുഖീകരിച്ച് കഴിയുമ്പോൾ ഈ കെട്ട് ഈ റോഡിൽ നിന്ന് വിട്ട് കണ്ടത്തിലേക്ക് നിലംപതിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു തരത്തിലും വെള്ളപ്പൊക്കമായാൽ ഇവിടെ നിന്നൊരു രോഗിയല്ല, ഇവിടെ പ്രായമായവരും രോഗികളായിട്ടുള്ളവരും ഭിന്നശേഷിക്കാരായിട്ടുള്ളവരും 1-2 പേരുണ്ട്. പ്രായമായവരുണ്ട്, രോഗാവസ്ഥയിൽ കഴിയുന്നവരുണ്ട്. അവരെയൊന്നും ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റാത്ത പിണ്ടിച്ചങ്ങാടത്തെ കയറ്റിക്കൊണ്ടുപോയി തള്ളിക്കൊണ്ടുപോയാണ് ഒരു പക്ഷേ നമ്മൾ കരയിൽ എത്തിക്കുന്നത്. ഒരിക്കൽ പോലും അധികാരികൾ ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവരൊക്കെ കൊടുക്കുന്ന അപേക്ഷകളിൽ നിങ്ങളെ നാളെ വിളിക്കാം, മറ്റന്നാൾ വിളിക്കാം എന്ന് പറയുമല്ലാതെ ഇതിന്റെ പ്രധാന കവാട ഭാഗം ഇപ്പോഴും ഒരു തർക്കത്തിൽ കിടക്കുകയാണ്. SNDP കോമ്പൗണ്ടിൽ കൂടെ കടന്നു വരുന്ന വഴിയിൽ ഒരു വണ്ടി മണ്ണടിക്കാൻ അനുവദിക്കാത്ത ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നതിനാൽ കുട്ടികളും രോഗികളും അവശനിലയിൽ കഴിയുന്നവർക്കും നടന്നു പോകുമ്പോൾ ഒട്ടനവധി പേര് അവിടെ മറിഞ്ഞു വീഴുകയും കാലിന് മുറിവ് സംഭവിച്ച് കുത്തിക്കെട്ടുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഗർഭിണിയായ ഒരു പെൺകുട്ടിയെ ഈ ചിറയിൽ നിന്നും ആശുപത്രിയിലേക്ക് വാഹനം വരാത്ത സാഹചര്യത്തിൽ നടത്തിക്കൊണ്ടുപോയി സ്കൂളിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ചെളിയിൽ ഒരു കാല് താന്നു പോവുകയും ആ കുട്ടിയുടെ കാല് കഴുകി വൃത്തിയാക്കി ആശുപത്രി ചെല്ലുന്നതിന് മുൻപ്, തിരുവല്ല ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് പ്രസവിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. കൽക്കെട്ട് തുടങ്ങുന്നിടത്തെ കലുങ്കിന് സമീപം നിൽക്കുന്ന മുളങ്കാടും റോഡിന് തടസ്സമാകുന്നു. ഈ മുളങ്കാട് വിഷജന്തുക്കളുടെ ആവാസ കേന്ദ്രമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും സ്ഥാനാർത്ഥികളും പാർട്ടിക്കാരും നാട്ടുകാർക്ക് ഉറപ്പ് നൽകും. എന്നാൽ റോഡിന്റെ വികസനത്തിന് യാതൊരു കാര്യവും നടക്കുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. സമയത്ത് ഞങ്ങൾ ഈ വെള്ളം പൊങ്ങി കിടന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ അച്ഛനും അമ്മയും അസുഖം കൂടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ കസേര വെച്ച് ഞാനും ഈ ചേച്ചി എന്റെ നാത്തൂന്റെ മോനും കൂടെ എടുത്തുകൊണ്ടാണ് ഞങ്ങള് ഇവിടുന്ന് തിരുവല്ല ആശുപത്രിയിലോട്ട് ഈ മെയിൻ റോഡിൽ ചെന്ന് ഓട്ടോ പിടിച്ച് കൊണ്ടുപോകണം. അതുപോലെ ഞങ്ങൾ ഒത്തിരി പാടുപെട്ടത്. ഇനിയുള്ളവർക്കും അങ്ങനെ സംഭവം ഉണ്ടാകാതിരിക്കാനായിട്ടാണ് ഞങ്ങൾ പറയുന്നത്. ഇലക്ഷനൊക്കെ വരുമ്പോൾ നിങ്ങൾ സ്ഥാനാർത്ഥികളോടൊക്കെ ആവശ്യപ്പെടുത്തില്ല? ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്, എല്ലാരും ആവശ്യപ്പെടുന്നുണ്ട്. ഇത് സാധിച്ച് ഇതേവരെ തന്നിട്ടില്ല. ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട്. വെള്ളം വന്നാൽ ഞങ്ങളുടെ കഴുത്തറ്റം വെള്ളമാണ്. നീന്തി വഴിയിലോട്ട് പോകണമെങ്കിൽ തന്നെ സാധനം വാങ്ങിക്കാനും ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടി. 2018 നടന്ന സംഭവം വളരെയായിരുന്നു. ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുമെന്ന് പോലും അറിയത്തില്ല. അതുപോലത്തെ ഒരു സംഭവം ഇവിടെ നടക്കുന്നു. അമ്മയും ചേട്ടനും ഉണ്ടായിരുന്നു. അവര് 3 പേരും മരിച്ചുപോയി. പക്ഷേ അവരെ ആശുപത്രി കൊണ്ടുപോകാനോ അവരുടെ ബോഡി വന്ന സമയം വരെയും എങ്ങനെയാ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചത് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. ആ രീതിയിലാണ്. അത്രയ്ക്ക് ഈ ഒരു ഞങ്ങളുടെ ഈ ഒരു ദേശം അത്രയ്ക്ക്
താഴ്ന്ന നിലയിലാണല്ലോ. കേരളം മൊത്തം വികസിച്ചു, പക്ഷെ ഇവിടെ ഇന്നുവരെയും വികസിച്ചിട്ടില്ല. അത് ആൾക്കാർ സമ്മതിക്കുകയല്ല. മറ്റുള്ളവര് നമ്മള് ഏതെല്ലാം രീതിയിൽ പ്രയത്നിച്ചെന്ന് വെച്ചാൽ അവിടെ മണ്ണിടാൻ, ആ സ്കൂളിന്റെ പടിഞ്ഞാറ് വശം എന്ന് പറഞ്ഞാൽ കുഴിയാണ്. ഇപ്പോൾ പോയാൽ അത് ഒരു മഴ പെയ്താൽ നമ്മൾ അറിയാവുന്നവരാണെങ്കിലും ഞങ്ങൾ ഈ ദേശവാസിയാണെങ്കിൽ തന്നെ അവിടെ മറിഞ്ഞു വീഴും. അതുപോലെ ഈ ഷുഗർ പേഷ്യന്റ് ആയിട്ടുള്ളവർ കാല് വെച്ച് കെട്ടിയവരൊക്കെ അതുവഴി പോകാൻ ഒക്കത്തില്ല. അവരെ എടുത്ത് അക്കരെ വരെ എത്തിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപകടത്തിൽ കാലുകൾ തകർന്ന് നടക്കാൻ കഴിയാത്ത വ്യക്തി ഉൾപ്പെടെയുള്ളവർ വളരെ പാടുപെട്ടാണ് ഈ റോഡിലൂടെ പ്രധാന റോഡിൽ എത്തിച്ചേരുന്നത്. രോഗികളെയും മരണപ്പെട്ടവരെയും ഇവിടെ എത്തിക്കുന്നതിനും ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിനും നാട്ടുകാർ ഏറെ ബുദ്ധിമുട്ടുന്നു. മഴക്കാലങ്ങളിൽ ഇവിടെയുള്ള കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്കൂളുകളിൽ പോകാൻ പോലും കഴിയാത്ത ദയനീയ അവസ്ഥയാണുള്ളത്. അടിയന്തരമായി സഞ്ചാരയോഗ്യമായ റോഡ് നിർമ്മിച്ചു നൽകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം.